ഹലോ ഗൈസ്, ചന്ദ്രകാന്തം ഒടുവിൽ നമ്മുടെ നന്ദ തിരികെ ഇന്ത്യവരത്തിലേക്കോ അതോ ജയിലിലേക്കോ? അതേ പ്രേക്ഷകരെ, നമ്മളൊക്കെ മുൾമുനയിൽ നിർത്തുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമ്മുടെ ചന്ദ്രകാന്തത്തിൽ ഇനി വരാൻ പോകുന്നത്. നമ്മുടെ ഗൗതം അറിഞ്ഞു കഴിഞ്ഞു ഗൗരി തന്റെ സ്വന്തം ചോരയാണെന്നുള്ളത്. അങ്ങനെ തന്നെ നമ്മുടെ ഗൗതം ആ ഒരു ഇവര് നന്ദയും മോളും കൂടി അപ്പൊ തിരികെ നാട്ടിലേക്ക് പോകുമായിരിക്കും. അങ്ങനെ ബസ്സിൽ കയറി ഇരിക്കുമ്പോഴാണ് ഗൗതം അവിടെ എത്തുന്നുണ്ട്. അപ്പൊ ഗൗതം ബസ്സിൽ നമ്മുടെ നന്ദയെ കാണുന്നുണ്ട്. ഗൗതം പിന്നീട് നമ്മുടെ ഗൗരി മോളെയും എടുത്തുകൊണ്ട് ഒറ്റ പോക്കാണ്. നമ്മുടെ നന്ദയെ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ നന്ദ പറയുന്നുണ്ട്, നിങ്ങൾ മോളെയും കൊണ്ട് എങ്ങോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, ഇത് എന്റെ മോളാണ്, എന്റെ ചോരയിൽ പറഞ്ഞ എന്റെ മോള്, എന്റെ മോളി നിന്ദീപരം വീട്ടിലായിരിക്കും കഴിയാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോളെയും കൂട്ടി പോകുന്നുണ്ട്. ശേഷം മോള് നമ്മുടെ നന്ദുവിനെയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നന്ദുവിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി, ഗൗരി മോള് തന്റെ ഒപ്പം തന്റെ വീട്ടിലായിരിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ നന്ദുവും ഗൗരിയൊക്കെ ഭയങ്കര ഹാപ്പി ആട്ടോ. അപ്പൊ അവിടെ പിങ്കിക്കാണ് ഏറ്റവും കൂടുതൽ സമാധാനക്കേട് ഉണ്ടായിരിക്കുന്നത്. കാരണം നമ്മുടെ ഗൗതം എല്ലാവരോടും പറയുന്നുണ്ട്, ഇത് എന്നിൽ നിന്നും നന്ദയിലുണ്ടായ മകളാണ് എന്നുള്ള ഒരു കാര്യമുണ്ടോ. അപ്പൊ തന്നെ നമ്മൾ പിങ്കി ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ തനിക്ക് ഒരു സ്ഥാനവും ഇല്ല നമ്മുടെ ഗൗതമിന്റെ ജീവിതത്തിൽ നിന്ന്, താൻ പൂർണ്ണമായിട്ട് മാറേണ്ടി വരും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ പിങ്കിയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ പിങ്കി നമ്മുടെ ലക്ഷ്മി അമ്മയെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരയുന്ന രംഗങ്ങളും ഇതോടൊപ്പം തന്നെ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പൊ അതിനുശേഷം ഏറ്റവും ഒടുവിലുണ്ടല്ലോ നമ്മുടെ നന്ദ ജയിലിൽ കിടക്കുന്നുണ്ട്. അത് നമ്മുടെ ഗൗതം നമ്മുടെ നന്ദയെ ജയിലിലാക്കിയതാണോ എന്താണ് അതിന് പിന്നിലെന്ന് നാം കണ്ടു തന്നെ അറിയണം കേട്ടോ. ജയിലിൽ നിന്നും ഇനി നമ്മുടെ നന്ദ ഇന്ത്യവരം വീട്ടിലേക്ക് നമ്മുടെ ഗൗതമിന്റെ ഭാര്യയായിട്ടായിരിക്കുമോ തിരികെ വരാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർക്ക് കൂടുതൽ സന്തോഷം അല്ലെ. എന്തായാലും കാത്തിരുന്നതിനെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.